ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതോടെ 3 മുന്നണികളിലും അസ്വസ്ഥത പുകയുകയാണ്. ചേലക്കര സീറ്റിൽ LDF ഭൂരിപക്ഷം 12,000-ആയി കുറഞ്ഞത് പരിശോധിക്കുമെന്നാണ് CPM നേതൃത്വം പറയുന്നത്. രമ്യ ഹരിദാസിന്റെ തോൽവി അന്വേഷിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറയുന്നു. പാലക്കാട് വോട്ട് കുറഞ്ഞത് BJPയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പുറന്തള്ളിയ രമ്യ ഹരിദാസിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിന് യുക്തമായ ന്യായീകരണം അണികൾക്ക് നൽകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. വയനാട് ലോക്സഭാ സീറ്റിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജ നേടിയ വോട്ടിൽ നിന്ന് 71,000 വോട്ടാണ് സത്യൻ മൊകേരിക്ക് കുറഞ്ഞത്. മതിയായ പിന്തുണ CPMൽ നിന്ന് ലഭിച്ചില്ലെന്നും ഫണ്ടിന്റെ കുറവും ചൂണ്ടിക്കാട്ടിയാണ് CPIയുടെ വിമർശനം. കേരളത്തിൽ BJPക്ക് മികച്ച സംഘടനാ സംവിധാനമുള്ള പാലക്കാട് 2021 അപേക്ഷിച്ച് ഇത്തവണ 10,000-ലധികം വോട്ടുകൾ കുറഞ്ഞതും ഭരണം കയ്യിലുള്ള പാലക്കാട് നഗരസഭയിൽ പോലും 4,590 വോട്ടുകൾക്ക് പിന്നിലായതും പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ വിഷമസന്ധിയിലാക്കി. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെതിരെ പടയൊരുക്കം നടക്കുന്നു എന്ന വാർത്തകളും ഇതിന് പിറകെ വന്നു. നേതൃത്വത്തിന്റെ രക്ഷയ്ക്കെത്താതെ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും ഒഴിഞ്ഞുമാറി. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ചൊല്ലി മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിവാദങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ അലയടിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും പിന്തുണ സ്വീകരിച്ചെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങളെ അവരുടെ അനുയായിയായി ചിത്രീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും ചില CPM നേതാക്കളുടെയും പ്രതികരണം മുസ്ലിം സമുദായത്തെ പാർട്ടിയിൽ നിന്ന് കൂടുതൽ അകറ്റുമെന്ന വിമർശനം CPM സമ്മേളനങ്ങളിൽ ഉയരുന്നുമുണ്ട്.